ഇന്നു മുതൽ ജൂലൈ 31 വരെ സംസ്ഥാനത്തെ തീരങ്ങളിൽ ട്രോളിംഗ് നിരോധനം ശക്തമാവുകയാണ്. മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾക്ക് വറുതിയുടെ കാലമാണ്. എന്നാൽ മീനുകളുടെ പ്രജനനകാലത്തെ സംരക്ഷണം ലക്ഷ്യമിടുന്ന ഈ രീതി വിഴിഞ്ഞം തുറമുഖത്തെ ഒട്ടും ബാധിക്കുന്നില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചെറുവള്ളങ്ങളിൽ മീൻ പിടിക്കുന്ന രീതി വിഴിഞ്ഞം തുടർന്നു വരുന്നതിനാൽ ട്രോളിംഗ് നിരോധനം ഇവിടുത്തെ മത്സ്യബന്ധനത്തിന് തടസ്സമാകില്ല. ട്രോളിംഗ് ബോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഹാർബറിലില്ല. വിഴിഞ്ഞത്തുള്ളവർക്ക് ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ഇല്ല തന്നെ. കാരണം നമ്മൾ മൊത്തം ഔട്ട് ബോട്ട് എഞ്ചിന് വെച്ചാണ് പണിക്ക് പോകുന്നത്. നമുക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. മീൻ പിടിക്കാൻ പോകാൻ തടസ്സങ്ങളില്ലെങ്കിലും ഉയർന്നു നിൽക്കുന്ന ഇന്ധനവിലയും മോശം കാലാവസ്ഥയും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയാവുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് റോളിംഗ് നിരോധനം ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ പണിക്ക് പോകുന്നുണ്ട്. കാറ്റും മഴയൊക്കെ കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റും. വേറെ വിഷയമില്ല. പിന്നെ ഇവിടെ ബോട്ടുകളില്ലാത്തതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നേരത്തെ ഞങ്ങൾക്ക് പമ്പിലെ വില വന്നിട്ട് എണ്ണ 103 രൂപയായിരുന്നു, 25 രൂപ സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ 50 രൂപ സബ്സിഡി ആക്കിയിട്ട് എണ്ണയ്ക്ക് വില 156 രൂപ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സബ്സിഡി പോയാലും 106 രൂപ ഇവിടെ എണ്ണയ്ക്കാവുന്നുണ്ട്. ആ എണ്ണയുടെ നമുക്ക് പണിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ വിലയ്ക്ക്. അതിനുള്ള പണിയൊന്നും ഇല്ല ഇപ്പോഴും. ഇപ്പോൾ വന്ന പുതിയ ഗവൺമെൻറ് അതിനുള്ള ഒരു തീരുമാനം എടുക്കണം. എടുത്താൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം മത്സ്യത്തിൻ്റെ ലഭ്യത കുറവുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മീനിൻ്റെ വരവ് ഇപ്പോൾ വന്നിട്ട് ഈ 2 ആഴ്ച കൊണ്ട് വരവ് കുറവാണ്. വരവ് കുറവെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം പണിക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ പകലുള്ള പണിക്കാണെങ്കിൽ 12 മണിക്കും 11:30 മണിക്കുമാണ് ഇവിടെ നിന്ന് പണിക്ക് പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ പോകുന്ന അന്യ സംസ്ഥാന വള്ളക്കാരാണ് ഇവിടെ കൂടുതൽ ഇപ്പം പണിക്ക് പോയിട്ടിരിക്കുന്നത്. അവർക്ക് വരുന്ന നഷ്ടം അവർ നോക്കുന്നില്ല. എന്തിനാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ കൊടുങ്കാറ്റും ഈ മത്സ്യത്തൊഴിലാളി സർക്കാർ പറഞ്ഞിട്ടുള്ള 55-60 സ്പീഡ് കാറ്റൊന്നും അവർ അംഗീകരിക്കാതെയാണ് പണിക്ക് പോയിട്ടിരിക്കുന്നത്. പക്ഷേ വിഴിഞ്ഞത്തും പോകുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ 1000 വള്ളം ഇവിടെ നിലവിൽ പോകുന്നുണ്ടെങ്കിൽ 10-15 പോകുന്നുള്ളൂ. അതിൻ്റെ കൂടുതലൊന്നും പോകുന്നില്ല. ഇപ്പം മൊത്തത്തിൽ മത്സ്യം കുറവാണ്. ഇപ്പം 9-ാം തീയതി നാളെ തൊട്ട് നമുക്ക് ബോട്ടിൻ്റെ ഇത് തീരെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തിരി മത്സ്യം കൂടുതൽ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നല്ല കാലാവസ്ഥയും മത്സ്യത്തിൻ്റെ ലഭ്യതയും മെച്ചപ്പെട്ടാൽ മാത്രമാണ് ഇവർക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കടലിൽ പോയി അന്നത്തിനുള്ള വക കണ്ടെത്താൻ കഴിയൂ. വരും ദിവസങ്ങളിൽ നല്ലൊരു ജാഗ്രത ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് വിഴിഞ്ഞത്തുകാർക്കുള്ളത്. തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖ പരിസരത്ത് നിന്നും പത്മകുമാറിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.